നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നടക്കുന്ന ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം മാറിമറിയുകയാണ്. സർവേ പോളുകളിലൊക്കെ കോൺഗ്രസിന് 5 സീറ്റുകൾ വരെ ലോക്സഭയിൽ നേടിയെടുക്കാൻ കഴിയും, നിയമസഭയിൽ ഒരുപക്ഷെ 20ഓ 25ഓ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന ട്രെൻഡിൽ നിന്നും YS ശർമിള അധികാരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുമോ എന്ന സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. എല്ലാ മേഖലകളിലും അതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നെല്ലൂരിലും വിശാഖപട്ടണത്തും വിജയവാഡയിലും ഓങ്കോളിലും ഒക്കെ വൻ റാലികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് YS ശർമിള ശരിക്കും രാജശേഖര റെഡ്ഡിയുടെ ആ പാരമ്പര്യം തന്നെ നിലനിർത്തുന്നു എന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് രണ്ടാമതൊരു ഊഴം ഇനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പിളർത്തെടുക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അത്രമേൽ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ശർമിളയുടെ ഈ പോക്ക്. ശർമിള രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയല്ലായിരുന്നു ഇത് എടുത്തത്. കറിവേപ്പില പോലെ തന്നെയും തൻ്റെ അമ്മയും വലിച്ചെറിഞ്ഞ സഹോദരനോടുള്ള കണക്ക് തീർക്കലായിരുന്നു ഇത് എന്ന് പറയേണ്ടി വരും. ഒരു മധുര പ്രതികാരം. YSR കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ കോൺഗ്രസിൽ നിന്നും പരമാവധി ആളുകളെ YSRലേക്ക് എത്തിച്ചത് ശർമിള തന്നെയായിരുന്നു. ശർമിളയായിരുന്നു ഒരു കാലത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഊർജം. ശക്തമായി പറഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് ഇത്രയും അധികം ശക്തനായി വളർത്തിയെടുത്തതിൽ ശർമിളയ്ക്ക് മുഖ്യ പങ്കുണ്ട്. അതേ ശർമിള തന്നെ കടക്കൽ വെട്ടുന്ന രീതിയിൽ അതിശക്തമായി തന്നെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ തിരിയുമ്പോൾ മറ്റു മറുപടിയൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. കോൺഗ്രസ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡി പരസ്പര ബന്ധമില്ലാതെ വാക്കുകൾ പുലമ്പുകയാണ്. ഇതിന് മറുപടി കൊടുക്കാൻ ശർമിള തയ്യാറാവുന്നില്ല. ശർമിള ഒറ്റ കാര്യമാണ് പറയുന്നത്, സ്വന്തം അമ്മയായാലും പെങ്ങളായാലും ആരായിരുന്നാലും YS ജഗൻമോഹൻ റെഡ്ഡിക്ക് ശത്രു തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പട്ടാപ്പകൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എടുത്തത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ YS രാജശേഖര റെഡ്ഡിയുടെ മകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അധികാര ദുർവിനിയോഗം അധിക നാൾ ചിലവാവുകയില്ല. ഇത് ശക്തമായി പറയുമ്പോൾ ഹർഷാരവം തന്നെ മുഴങ്ങുകയാണ്. ആന്ധ്രയുടെ ദിക്കിൽ എല്ലാ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനും ശർമിളയ്ക്ക് കഴിവുണ്ട് എന്ന് അറിയുന്ന ഒരാൾ കൂടിയാണ് ജഗൻമോഹൻ റെഡ്ഡി.